വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് നമ്മുടെ പവർ ടീമിന്റെ കാര്യങ്ങളാണ്. പവർ ടീമിന്റെ കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന് ശ്വേതാമേനോനും സബുമോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ ഇവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടായിരുന്ന എവിക്ഷൻ ആയിരുന്നു. പിന്നെ റസ്മിന് യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത്. പ്രത്യേകിച്ച് നിങ്ങൾ ലൈക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് എന്റെ വീഡിയോ അധികം റീച്ച് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അധികം ആൾക്കാർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലൈക്കോടെ ചെയ്യുവാണെങ്കിൽ എനിക്കത് സപ്പോർട്ടായിരിക്കും. ഞാൻ ലൈക്ക് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് മെയിൻ ആയിട്ട് ലാലേട്ടൻ വന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ പവർ ടീമിന്റെ കാര്യമാണ് എടുത്തിടുന്നത്. അപ്പോ കൂടെ നമ്മുടെ ആരാണ് നമ്മുടെ ശ്വേതാമേനോനും അതുപോലെ തന്നെ സബുമോനൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ കോളിലൂടെ ആയിട്ട് അവർ വന്നത്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇവർ രണ്ടുപേരാണെങ്കിൽ അവിടെ വീടിനകത്ത് വെച്ച് ഇവരടുത്ത് ഇവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇവരെ നല്ല രീതിയിൽ ഇല്ലായിട്ടൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പിസോഡ് കണ്ടിട്ടായിരിക്കാം കുറെ കൂടെ എന്താണ് നമ്മുടെ കണ്ടസ്റ്റൻസിനെ പറയുന്നുണ്ടായിരുന്നത്. പക്ഷെ കുറെ ശരിക്കും അവരുടെ ഭാഗത്ത് തെറ്റുകൾ തന്നെയാ കേട്ടോ. അതല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം എപ്പിസോഡ് കണ്ടുകൊണ്ട് കൂടുതലാണെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞെന്ന് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ പറയുന്നുണ്ട് അതായത് നമ്മുടെ പവർ ടീമിനെതിരെ തന്നെയായിരുന്നു അവർ സംസാരിച്ചത്. സൗവൻ പറയുന്നുണ്ട് പവർ ടീം ആയിരുന്നു ആ ഒരു ടാസ്ക് നശിപ്പിച്ചത്. അതായത് ശരിക്കും അവർ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഭയങ്കര എന്താ പറയാ, നമ്മളൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 24 മണിക്കൂറും ആ ഒരു പവർ റൂമിനകത്ത് ഇങ്ങനെ കിടക്കുക തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അൻസിബയൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ കിടക്കുക തന്നെയായിരുന്നു. അവരൊരു ഓണർ ആയിട്ടുള്ള ഒരു രീതികളൊന്നും അവിടെ കണ്ടില്ല. പിന്നെന്താണ്, പിന്നെ അവര് ഭയങ്കര ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് മത്സരിപ്പിക്കാൻ അവര് സമ്മതിക്കുന്നില്ല. മീൻസ് അവരിങ്ങനെ ഭയങ്കര എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോഴത്തേക്കും ചെയ്യരുത് എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് നമ്മുടെ അപ്സരയുടെ ഒരു ടീമിനെ സമ്മതിച്ചില്ല എന്നൊക്കെ സൗമാൻ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിദ്വേഷമാണ്, അവര് ഒരു സ്നേഹമില്ല, ഒരു ട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ്. അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമില്ല. പിന്നെ ഇവര് ഒന്നാം ദിവസം തൊട്ടുള്ള പക ഇപ്പോഴും വെച്ചുകൊണ്ട് നടക്കാണ്. പകരക്കുന്ന അതുപോലെ തന്നെ ശതമാനവും പറയുന്നുണ്ട് അൻസിബ ആയിട്ട് മുന്നേ പരിചയമുള്ളതാണ്, എന്നിട്ട് പോലും വന്ന് സംസാരിക്കുകയോ അങ്ങനെ ഉണ്ടായില്ല. പിന്നെന്താണ് ഇവർക്ക് തമ്മിൽ എങ്ങനെ സംസാരിക്കണം, ഞാൻ വന്നപ്പോ തന്നെ കണ്ടത് ഒരു വഴക്കായിരുന്നു. അപ്പൊ അവരവിടെ അതൊന്നും വേണ്ടയില്ലായിരുന്നു. കാരണം ജാസ്മിന്റെ ടാസ്ക് ആണ് ചെയ്തിരുന്നത് എന്നൊക്കെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. എന്താണോ ശരിക്കുണ്ടായ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് പറഞ്ഞതും. അപ്പൊ എന്നിട്ട് ലാലേട്ടൻ ഇവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് പ്രത്യേകം എടുത്തു കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്സരയുടെ ടീം ഉണ്ടല്ലോ. അപ്സരയുടെ ടീം ഭയങ്കര എന്താ പറയാ, നമ്മളിങ്ങനെ ഈ ക്രിക്കറ്റ് ഒക്കെ കാണാതിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഗോൾ അടിക്കാനൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കില്ല. അതുപോലെ കൈയടിക്കാൻ വേണ്ടി ഇങ്ങനെ അപ്സര ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഭയങ്കര ത്രില്ലിൽ ഇങ്ങനെ കൈയൊക്കെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. കാരണം ഓരോ കാര്യം പറയുമ്പോൾ അപ്സരയുടെ ടീം അവര് നന്നായിരുന്നു. സൗവൻ പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു. അവരവിടെ പുറത്താണെങ്കിലും അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കി. പിന്നെ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു എന്ന് അവര് പറഞ്ഞു. പക്ഷെ എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് അത്രയും ഭയങ്കര നന്നായിട്ട് ചെയ്തതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം തന്നെ നിങ്ങൾക്ക് പറയാം. പിന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത് ആകപ്പാട് നമ്മുടെ ജിൻഡോനും അതുപോലെ തന്നെ നമ്മുടെ ആരാണ് അർജുനും ശ്രീതും. ഇവർ 3 പേരാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ശരിക്കും പറഞ്ഞാൽ ആ ടാസ്കിനെ ശരിക്കും ടാസ്ക് ആയിട്ട് എടുത്ത് കറക്റ്റ് അവർ ചെയ്തത്. അവര് 3 പേര് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഡേ ആണെങ്കിലും സെക്കൻഡ് ഡേ ആണെങ്കിൽ പോലും അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അപ്സരയുടെ ടീം എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര എനിക്ക് ശരിക്കും ഇറിറ്റേഷൻ ഫീൽ ചെയ്തത്. കാരണം അവർ ഭയങ്കര ഓവറായിട്ട് എക്സാജറേറ്റഡ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. അത് അവർക്ക് അങ്ങനെ തോന്നിയില്ലായിരിക്കാം. പക്ഷെ എന്റെ ഒപ്പീനിയൻ മാത്രമായിരിക്കാം. അതുകൊണ്ട് തന്നെ അപ്സര ഓരോ പ്രാവശ്യം ഓരോ കാര്യം പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൈയടിക്കുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി അപ്സരയുടെ ഒരു ഗെയിമിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ പറയാം. പിന്നെന്തായിരുന്നു, പിന്നെ അതിന് ശേഷം ഇവര് പറഞ്ഞു, ഇവര് ഓക്കെ പറഞ്ഞു ബൈ പോയി. നമ്മുടെ സൗമ്യനും നമ്മുടെ ശതമാനം പോയി. അതിനുശേഷമാണ് പിന്നെ ഓരോരുത്തരോടും ചോദിക്കുന്നത്. നമ്മുടെ അൻസിബയോട് ചോദിക്കുന്നുണ്ട് അൻസിബ പറയുന്നതാണോ ഋഷി കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നല്ല, അതായത് ക്യാപ്റ്റൻസി ടാസ്കിന്റെ കാര്യം കേട്ടോ. അതായത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ പവർ റൂമിന്റെ പപ്പറ്റ് ആയിരുന്നു ഋഷി എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, എക്സാക്ട്ലി അങ്ങനെ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഋഷിക്ക് സ്വന്തമായിട്ട് ഋഷി ഒരു തീരുമാനം പോലെ എടുത്തത് ഞാൻ അവിടെ കണ്ടില്ല. എല്ലാ കാര്യത്തിനകത്തും അൻസിബയുടെ അടുത്ത് പോയി ചോദിക്കുകയും പറയും. പിന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചും പറഞ്ഞാണ്. ഋഷിയുടേതായ ഒരു ഇത് അവിടെ കാണിച്ചില്ലായിരുന്നു. അത് അവരെല്ലാരും പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ അൻസിബ പറയുന്നുണ്ട് എന്താണ് അത് കാണുന്നവരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമായിരിക്കാം, അങ്ങനെ ഒന്നല്ല, ഋഷിയുടെ തീരുമാനം തന്നെയാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകരുടെ ഒക്കെ കുഴപ്പമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കാര്യം അങ്ങനെ വിട്ടു. ഋഷിക്കെതിരെ ആയിരുന്നു എനിക്കത് കൂടുതലും, പവർ ടീമും ഋഷിക്കും എതിരെ ആയിരുന്നു ലാലേട്ടൻ കൂടുതലും
സംസാരിച്ചത്. പിന്നെ നോറയുടെ കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് നോറ നമ്മുടെ ജാസ്മിന്റെ ഒരു വിഷയത്തില് സോറി പറഞ്ഞിരുന്നല്ലോ, അത് ഈ കാര്യത്തിൽ, അതായത് ജാസ്മിനെ ജയിലിലോട്ട് വിട്ടില്ലേ, അപ്പൊ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണോ സോറി പറഞ്ഞെന്നുള്ളത് എടുത്തു ചോദിച്ചു. അതെന്താ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നോറ അത് ശരിക്കും ഉള്ളിൽ തൊട്ടിട്ടുള്ള സോറി പറയാനായിരുന്നു ജാസ്മിൻ അടുത്ത് അന്ന് പോയത്. അപ്പൊ ജാസ്മിൻ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് കേൾക്കണ്ടാന്നിട്ട് തിരിച്ചു പോയത്. അപ്പൊ ജാസ്മിനും നോറ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂടെ ഉണ്ട്. അപ്പൊ അതൊന്ന് ശരിക്കും ഒന്ന് മാറ്റിയെടുക്കാൻ നല്ലതായിരുന്നു അത്. പക്ഷെ അപ്പോഴും ജാസ്മിൻ അത് അംഗീകരിച്ചില്ല. ജാസ്മിൻ അത്രയും തൃപ്തിയായില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അത് അവർ തമ്മിലുള്ള ഇത്. അപ്പൊ അതങ്ങനെ വിട്ടു. പക്ഷെ നോറയുടെ ആ ഭാഗം കുറച്ച് ക്ലാരിറ്റി വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ റസ്മിന്റെ കാര്യം കൂടുതലൊന്നും ചോദിച്ചില്ല. കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും പിന്നെ നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടസൻസ്, അതായത് നമ്മുടെ അപ്സരയും അതുപോലെ തന്നെ ജാസ്മിനും പറയുന്നുണ്ടായിരുന്നു, എന്നെ തല്ലിയിട്ട് പോലും ഞാൻ അപ്പൊ ക്ഷമ കൊടുത്തു, മീൻസ് അത് അത്രയും സീരിയസ് ആക്കിയില്ല. അപ്പൊ അവിടെ ശരിക്കും ഒരു വലിയൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളത് വീഡിയോയിലൊന്നും കാണിച്ചില്ല, അത് ലൈവിലും കാണിച്ചില്ല, എപ്പിസോഡിലൊന്നും കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ടുള്ള കാരണം ഓൾറെഡി നമ്മുടെ സിജോന്റെയും നമ്മുടെ റോക്കിന്റെയും കാര്യത്തിൽ ലൈവിലൊക്കെ കാണിച്ചായിരുന്നല്ലോ. അപ്പൊ അതിനെതിരെ കേസ് ഇങ്ങനെ കാണിക്കാൻ പാടില്ലാതൊക്കെ വന്നല്ലോ. അതുകൊണ്ടായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പൊ ഇച്ചിരി സീരിയസ് ആയ ഒരു മാറ്റർ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ കാണിക്കാതിരുന്നത്. അല്ലെങ്കിൽ കാണിച്ചേനെ. കുഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞ് എന്തായാലും കാണിക്കാതിരിക്കില്ല, അവർ കാണിച്ചു. ഇത് മനഃപൂർവ്വം കാണിക്കാതെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും കൂടുതലും അതേപറ്റി എടുത്ത് ചോദിക്കാതിരുന്നില്ല. കാരണം നമ്മളെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ കൂടുതൽ പറയുമ്പോൾ നമുക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. നമ്മൾ കാണാത്തൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഒരു യെല്ലോ കാർഡ് കൊടുത്തു. ഞാൻ സങ്കടത്തോടെയാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് യെല്ലോ കാർഡ് കൊടുത്തു. 2 ആഴ്ചത്തെ നോമിനേഷൻ ഇട്ടു. ഇത്രയും കാര്യമാണ് ചെയ്തത്. അത് കൂടുതൽ ആ കാര്യത്തിൽ എടുത്ത് അങ്ങ് കുഴഞ്ഞു മറിയിച്ചില്ല എന്തായാലും. അത് ഓക്കെ, കുഴപ്പമില്ല. കാരണം ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു എന്തായാലും കിട്ടാനുള്ളത് കിട്ടി. ആവശ്യമായിരുന്നു അത്. ഇനിയിപ്പോ അടുത്ത ആഴ്ച നോമിനേഷനിലുണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്ററും അങ്ങനെ തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ അപ്സരയും പിന്നെ നമ്മുടെ ഈ ഹൻസിബയും തമ്മിലുള്ള വഴക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ആ വഴക്ക് എനിക്ക് തോന്നി ഇനിയും അവരെത്ര നാളുണ്ടോ അത് മുന്നോട്ട് ഇനി അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. അതെപ്പോഴും കൂടുതൽ ആ ഒരു വിഷയം എടുക്കും തോറും കൂടുതൽ വഷളായിട്ടേ വരത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിരുന്ന ഇത്രയും കാര്യം തന്നെ. വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും നടന്നില്ല. പിന്നെ ആയിരുന്നു നമ്മുടെ എവിക്ഷൻ ഉണ്ടായിരുന്നത്. എവിക്ഷനകത്ത് ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശരണ്യായിരുന്നു എവിക്റ്റ് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരണ്യ എന്തായാലും എവിക്റ്റ് ആയി. ഇനി ബാലൻസ് ഉള്ളതാണ് നമ്മുടെ ആരൊക്കെയാണ്, നമ്മുടെ അപ്സരയുണ്ട്, അതുപോലെ തന്നെ ശ്രീരേഖയുണ്ട്, പിന്നെ ജിൻഡോ ഉണ്ട്, പിന്നെ ആരാണ് ഇത്രയും പേര് ഇത്രയും പേരല്ലേ ഉള്ളത്. അപ്പൊ അവരിനകത്ത് എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ശ്രീരേഖയാണ് പുറത്ത് പോകുന്നത് എന്നുള്ളത്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. വേറെ മെയിൻ ആയിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടും ഇല്ല. പ്രത്യേകിച്ച് ഇല്ലായിരുന്നു, വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാനായിട്ട്. അപ്പൊ ഞാൻ ഇനി പുതിയ പ്രോമോ എന്തെങ്കിലും വരാണെങ്കിൽ അതിന്റെ അപ്ഡേഷൻ ആയിട്ട് വീണ്ടും വരാം. ബൈ.